മറക്കല്ലേ ചൂട് ചോറ്, മത്തി വറുത്തത്, നല്ല ഒരു പുളിശ്ശേരി, കഷ്ണങ്ങളിടാത്ത പുളിശ്ശേരി, പിന്നെ ഒരു പയറ് തോരൻ. സൂപ്പർ. അപ്പം മത്തി വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മത്തി വറക്കുന്ന പോലെയല്ല ഞാൻ വറക്കുന്നത്. അപ്പോൾ മത്തി ഇച്ചിരി ടേസ്റ്റിൽ വറക്കണമെങ്കിൽ കുറച്ച് കുരുമുളക് നമുക്ക് പൊടിച്ചെടുക്കണം. ഞാൻ 2-2.5 ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇച്ചിരി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് ചതച്ച് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സാധാരണ ഇവിടുത്തെ മത്തിക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പ് അധികം ചേർക്കുന്നില്ല. എന്നാൽ ഒരു മേമ്പൊടിക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാമെന്ന് പറയത്തില്ല, അതുപോലെ ഒരു ലേശം ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉപ്പ് ചുമ്മാ ചേർക്കുന്നേ ഉള്ളൂ. പക്ഷെ നാട്ടിലൊക്കെ മത്തിയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. ഇത് നല്ലതുപോലെ കണ്ടോ, ഇത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാൻ മീനിൽ പുരട്ടാൻ വേണ്ടി ഇച്ചിരി അത്യാവശ്യം വലിയ ബൗളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ മത്തി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം 4 പീസ് മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ ചെറുതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. ഇതേപോലെ നല്ലതുപോലെ വരഞ്ഞു കൊടുക്കണം, ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം. ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് മസാല വരട്ടിയെടുക്കാം. അപ്പോൾ മീനെല്ലാം മസാല പുരട്ടി വെച്ചു. ഇതിൻ്റെ അകത്ത് നമ്മൾ കുരുമുളക് തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഈ മത്തി വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഒരുപാടൊക്കെ വെള്ളം കൂടിയും പോരുത്, എന്നാൽ വെള്ളം കുറഞ്ഞും പോരുത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് ഞാനൊരു 3-4 കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു മീനൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും, മീൻ അടിക്ക് പിടിക്കത്തുമില്ല കേട്ടോ. അപ്പം മീൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതൊരു മീഡിയം ഫ്ലെയിമിലും കുറച്ച് താഴെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഒരു സൈഡ് അങ്ങ് ഫ്രൈ ആയതുപോലെ ആകും, പക്ഷേ ഉള്ളിൽ നല്ലതായിട്ട് വേവത്തില്ല. അങ്ങനെയല്ല, കുറച്ച് ചെറിയ തീയിലൊക്കെ ഇട്ട് തിരിച്ചു മറിച്ച് വിട്ട് വേണം നല്ല രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. മത്തി നല്ല രീതിയിൽ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ അകത്ത് വേവാതെ അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോയാലൊക്കെ ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പം സൂക്ഷിച്ച് ചെയ്യുക. അപ്പം ഞാനിത് തിരിച്ചിട്ടു, ഒട്ടും പൊടിയാതെ 4 മീൻ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷമാണ് ഞാൻ തിരിച്ചിട്ടത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് മീൻ തിരിച്ചിടല്ല, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി ഈ സൈഡും കൂടെ നമ്മളിപ്പോൾ തിരിച്ചിട്ട സൈഡും കൂടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം. ഇത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്, തീ നിയന്ത്രിച്ച് തന്നെയാണ് ചെയ്യാൻ, എന്നാൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം മീൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. മീനെല്ലാം ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ഇത് ഈ പൊടിയെല്ലാം ഇങ്ങനെ സാധാരണ നമ്മൾ മസാല പൊടികൾ ചേർക്കുന്നതിനെക്കാട്ടിൽ സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ക്രഷ്ഡായിട്ടുള്ള കുരുമുളകൊക്കെ ചേർത്ത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഈ കുരുമുളക് ഇരിക്കുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ല റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.